ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറാത്തയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഈ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാനിടുന്നത് പെരുംജീരകം പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ ആലു പൊറാത്തയ്ക്കായിട്ടുള്ള ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ഒരു 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചൂടുവെള്ളത്തിൽ നമുക്കിത് പത്തിരിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, പരത്തല്ല ചെയ്യണത്. അപ്പോൾ ഇത് പരത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊരു പത്തിരിയുടെ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ആലു പൊറാത്ത. അപ്പോൾ നമുക്ക് കണ്ടില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ആലു പൊറാത്ത. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.